ഹലോ നമസ്കാരം. രഞ്ജിത്ത്. കാലം അതിവേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുമ്പത്തെ ലോകമേ അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടെക്നോളജികൾ, പുതിയ ടെക്നോളജികൾ വന്നിരിക്കുന്നു. പല ടെക്നോളജികളും നമ്മൾ അറിയുന്ന പോലുമില്ല. അടുത്ത 10 വർഷം ഇതിനേക്കാൾ വളരെ സ്പീഡിലായിരിക്കും കടന്നു പോകാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ഇലക്ട്രിക് വെഹിക്കിൾസ്, പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് ബോർഡുകളുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് നിരത്തിൽ കണ്ടു തുടങ്ങി അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഒരുപാട് ടെക്നോളജികൾ ലൈൻഡ് അപ്പാണ് കേട്ടോ. അതിനകത്തുള്ള ഒരു 5 ടെക്നോളജീസ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള 5 ടെക്നോളജീസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ടെക്നോളജി എന്ന് പറയുന്നത് പവേർഡ് എക്സോ സ്കെലട്ടൻസ് ആണ്. സ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസ്ഥികൂടം അല്ലേ. നമ്മുടെ അസ്ഥികൂടത്തിന് മൊത്തം പവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, അതായത് ലിവേഴ്സും ക്ലാംസും ഇലക്ട്രോണിക് സിസ്റ്റംസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഏത് ലിംബിന് വേണമെങ്കിൽ ഏത് തരത്തിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പവേർഡ് സ്കെലട്ടൻസ് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ലിംബൊക്കെ മൂവ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ചിലപ്പം ഒരു കയ്യോ കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനൊക്കെ വീക്ക്നെസ് ഉള്ള ആളുകൾക്കൊക്കെ അതുകൊണ്ടൊരു എക്സ്ട്രാ പവർ കിട്ടുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ അത് ഇല്ലാത്ത ആളുകൾക്ക് അതായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ ഈ പവേർഡ് എക്സോ സ്കെലട്ടൻസ് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ വളരെ വീക്കായിട്ട് പൂർണ്ണമായി തളർന്നു പോയിരിക്കുന്ന ഒരാളെ വരെ എണീപ്പിച്ച് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഈ സംവിധാനമാണ് പവേർഡ് എക്സോ സ്കെലട്ടൻസ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ റെവല്യൂഷൻ തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കാരണം ലോകത്തിൽ ഒരുപാട് ആളുകൾ പുറം ലോകം എന്താണെന്ന് പോലും അറിയാതെ കട്ടിലിൽ മാത്രം ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്ന, എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരുപാട് രോഗികൾ ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് പവേർഡ് എക്സോ സ്കെലട്ടൻസ് വരുന്നത്. ഇത് മാർക്കറ്റിലേക്ക് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റിലേക്ക് ഉടനെ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ അടുത്തേക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ സാധാരണ രോഗികളിലേക്ക് അടക്കം ഒരുപക്ഷെ പവേർഡ് എക്സോ സ്കെലട്ടൻസ് വരികയും നമ്മളുടെ ഏത് ബോഡി പാർട്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെ എംപവർ ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ടെക്നോളജി. സോ ഇത് ഇലക്ട്രോണിക്കും മെക്കാനിക്സും ഇതെല്ലാം ചേർന്നുള്ള ഒരു ടെക്നോളജിയാണ്. വലിയ ഈവൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ടെക്നോളജി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നാണ് പറയുന്നത്. AR എന്നതിനെ ചുരുക്കമായിട്ട് വിളിക്കും, ചുരുക്കപ്പേരിൽ വിളിക്കും. ഇത് പലപ്പോഴും നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സ്നാപ്ചാറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മെസ്സഞ്ചറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പലതരത്തിൽ നമ്മുടെ മുഖത്ത് തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുകയും വലിയ ബിയേർഡ് ഉണ്ടാക്കുകയും കണ്ണടയൊക്കെ ഫിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്. ഇത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ചിട്ടുള്ള പോക്കിമോൺ പോലുള്ള ഗെയിമുകൾ അതിശക്തമായിട്ട് സ്പ്രെഡാവുകയുണ്ടായി, വലിയ വൈറലായി. കാരണം എന്താ, നമ്മൾ റിയൽ വേൾഡിൽ തന്നെ എക്സ്ട്രാ ചില അഡീഷൻസ് കൊടുക്കുകയും അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വരുത്താൻ പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ അത്ഭുതങ്ങളുണ്ടാവും. ഈ അത്ഭുതം തന്നെയാണ് പോക്കിമോൺ ഗോയിൻ്റെയൊക്കെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇനിയിപ്പോൾ ആഭരണങ്ങളാവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, എല്ലാം നമ്മളുടെ മൊബൈലിൻ്റെ ഒരു കൊച്ചു സ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് സാധനവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വളരുന്നു. ഗൂഗിൾ ഗ്ലാസുകൾ, അപ്പോൾ ഓരോ കമ്പനികളും, പ്രത്യേകിച്ചും ടെക്കി കമ്പനീസ്, ഗൂഗിൾ ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇവരൊക്കെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഗ്ലാസുകൾ ഇറക്കി തുടങ്ങിയിരിക്കുന്നു. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഒരു വേൾഡിനെ തന്നെ വേറൊരു തരത്തിൽ കാണാൻ പറ്റുന്ന അനുഭവമായിരിക്കും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി നമ്മളുടെ എല്ലാം ലൈഫ് സ്റ്റൈലിനെ മാറ്റിമറിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ഹെൽത്ത് കെയറിലുള്ള ഒരു വലിയ റെവല്യൂഷനാണ്. ഇതിന് നാനോ ബോട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് വളരെ ചെറിയ സൈസ് മാത്രമുള്ള റോബോട്ടുകളാണ് ഈ നാനോ ബോട്ടുകൾ. ഈ നാനോ ബോട്ടുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലപ്പോഴും ഇപ്പോൾ കീമോതെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളിലേക്ക് എത്തേണ്ട സാധനമാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും മുടി കൊഴിച്ചിൽ പോലുള്ള മറ്റുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന് പകരമായിട്ട് ഈ നാനോ ബോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ടാർഗറ്റഡ് ആയിട്ട് ഏത് സെല്ലിനെയാണോ മെഡിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ മാറ്റേണ്ടത് അവിടേക്ക് മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മെഡിസിനുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും.
അതുപോലെ ചില സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ചെറിയ ശസ്ത്രക്രിയകൾ ചെയ്യണമെങ്കിൽ വരെ ഇത്തരം ബോട്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാനോ ബോട്ടുകൾ ഹെൽത്ത് കെയറിൽ വലിയ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കും. ഒരു പക്ഷേ മനുഷ്യനെ ഒരു ചിരഞ്ജീവിയാക്കി മാറ്റുന്നതിൽ വരെ നാനോ ബോട്ടുകൾ പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ നാനോ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാനും അത് പോയി റെക്ടിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും രസകരം. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ കടത്തി വിട്ടുകൊണ്ട് ഇതിനെ ശരീരത്തിലുണ്ടാവുന്ന ഏത് പ്രശ്നത്തിനെയും പരിഹരിക്കാൻ പറ്റുന്ന ഡോക്ടർമാരാവും നാനോ ബോട്ടുകൾ. അടുത്തത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു ടെക്നോളജിയാണ്, ആൻഡ് ദിസ് ഈസ് ഡ്രൈവർലെസ് കാർസ്. ഇനിയുള്ള ജനറേഷന് കുറച്ച് വലുതാവുന്ന നമ്മുടെയൊക്കെ കുട്ടികൾ വലുതാവുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു സാധനം മിക്കവാറും അവർക്ക് വളരെ അത്ഭുതമായിരിക്കും. അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് നമ്മളോട് ചോദിക്കുന്ന തരത്തിലേക്ക് അവർ മാറും. കാരണം ഇനി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്ത് പോകുന്ന കാറുകൾ, ഡ്രൈവർലെസ് ആയിട്ടുള്ള കാറുകൾ നമ്മുടെ നിരത്തിനെ കീഴടക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ദുബായിലൊക്കെ അത് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണ്ടി വരും മിക്കവാറും ഡ്രൈവർലെസ് കാറുകൾ വരാനായിട്ട്. അമേരിക്കയിലും UK ഒക്കെ ഓൾറെഡി ഡ്രൈവർലെസ് കാറുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പിസ്സ ഡെലിവറിക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ഡ്രൈവർലെസ് ആയിട്ടുള്ള ചെറിയ വാനുകളും ട്രക്കുകളൊക്കെ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി ഡ്രൈവർ എന്ന് പറയുന്ന ആ ജോബ് തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാവാൻ പോവുകയാണ്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. സോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ. നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോകാന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇനി ചുമ്മാ കയറിയിരുന്നാൽ മതി, ഇവർ തന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും. ചുമ്മാ GPS അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനൊക്കെ കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എവിടേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളർന്നു വരാൻ പോവുകയാണ്. ആൻഡ് ഫൈനലി ഞാൻ മാർക്ക് സുക്കർബർഗ് ഈയിടെ സംസാരിച്ച, വളരെ അടുത്ത് അദ്ദേഹം ഒരു സെമിനാറിൽ സംസാരിച്ച കാര്യത്തെക്കുറിച്ചാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ടെലിപ്പോർട്ടേഷൻ. ടെലിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കോ ജപ്പാനിലേക്കോ ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് നമ്മുടെ കംപ്ലീറ്റ് മോളിക്യൂൾസിനെ സ്കാൻ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ അവിടെ കൂടി റെപ്രസെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വികസിപ്പിക്കുന്നത്. നമ്മൾ ഫാക്സൊക്കെ അയക്കുന്ന പോലെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സൊക്കെ അയക്കുന്ന പോലെ തന്നെ നമ്മളെ, ഒരു മനുഷ്യനെ വേറൊരു സ്ഥലത്തേക്ക് അയക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ടെലിപ്പോർട്ടേഷൻ. ഇത് കുറേ കാലങ്ങളായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ദ ഫ്ലൈ എന്ന് പറയുന്ന ഹോളിവുഡ് മൂവി കണ്ടു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൽ ടെലിപ്പോർട്ടേഷൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇത് രസകരമാണ് ശരിക്കും. ഈ ടെലിപ്പോർട്ടേഷനൊക്കെ പ്രായോഗികമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന വേൾഡ് ആയിരിക്കില്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഇനി നമ്മുടെ ജീവിതകാലത്തൊന്നും ഇതുണ്ടാവാൻ പോകുന്നില്ല, ജസ്റ്റ് ഫാൻറ്റസി ആണ് എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം ഏകദേശം പരീക്ഷണാടിസ്ഥാനത്തിൽ ഫുൾ പ്രൂഫായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു പക്ഷെ 4-5 വർഷത്തിനകം ഈ പറയുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മളുടെ അടുത്തേക്കും എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സോ ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വേൾഡിൽ നിന്ന് തന്നെ ഔട്ടായി പോകാൻ സാധ്യതയുണ്ട്, ഔട്ട്ഡേറ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. സോ റെഡി ആയിരിക്കുക. ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, നിങ്ങളുടെ ജീവിതമാവട്ടെ, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.